കൺസ്യൂമറിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. രണ്ട്, നമുക്ക് എന്താണ് അവകാശം? നമുക്ക് നമ്മുടെ ഒരു മാരേജ് ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് മാരേജ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സക്സഷൻ ഉണ്ട് അല്ലെ? നമുക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സക്സഷൻ എങ്ങനെയാണ് വരുന്നത് പലർക്കും ഉള്ള ഡൗട്ടാണ്. അപ്പം വില്ല് എഴുതണോ, വില്ല് എഴുതണ്ടായോ? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊന്നും എനിക്ക് ഞാൻ പിന്നെ നോക്കിക്കോളാം എന്നല്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം, നമ്മൾ എന്തൊക്കെ ഹറാസ്മെൻറ്റ് നേരിടുന്നുണ്ട്, ഇതൊക്കെ പലരും അറിഞ്ഞിരിക്കണം. അതൊക്കെയാണ് എനിക്ക് നോക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കയറണ്ട എന്ന് ഓരോരുത്തരും പറയും അല്ലേ? പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എൻ്റെ റൈറ്റ്. നമുക്കത് എക്സസൈസ് ചെയ്യണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ അത് എനിക്ക് റൈറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ അത് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻഫർമേഷൻ ഓഫ് ലീഗൽ നോളജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഞാനൊരു ഇത് പറഞ്ഞു. മാത്രമല്ല ഇത് തമാശ പന്ന പാട്ടിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ലോ പോയിന്റ്. ഓക്കെ, അതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ആളുകൾ ഇപ്പം എല്ലാവരും ചോദിക്കും പൈസ കിട്ടാൻ വേണ്ടിയല്ല സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നത്, മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. ഒരു 1000 ഇപ്പം എനിക്ക് അറൗണ്ട് 850 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ അപ്പം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നതൊന്നും പൈസ കിട്ടത്തില്ല. വി വിൽ ജസ്റ്റ് ഗെറ്റ് എലിജിബിലിറ്റി ടു ബിക്കം എ പാർട്ണർ ഓഫ് യൂട്യൂബ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ. ഒരു എലിജിബിലിറ്റി മാത്രമേ ഉള്ളൂ, പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് ആരും വിഷമിക്കണം. പലർക്കും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശ് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. കിട്ടുമെന്ന് എനിക്ക് കിട്ടും അതുമില്ല. ബിക്കോസ് ഒരു റീസെന്റ് കണക്കനുസരിച്ച് 10 lakh സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വ്യൂസോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ 35,000 ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരിക എവിടെ വരെ പോകുന്നു. ഓക്കെ, ഞാനിത് അത് ഫണ്ടപ്പാ. പക്ഷേ ലീഗൽ നോളജ് നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാവർക്കും അത് അറിയാനുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തമാശ മാറ്റിട്ടല്ല, എല്ലാവരും അത് ഒരു ട്രൈ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആരും അത് നോക്കാറില്ല. ചാനലിന്റെ പേര് ലോ പോയിന്റ്.